ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ സ്റ്റെയർ കേസുകൾ പണിയുമ്പോൾ അതിൻ്റെ ഹാൻഡ് റെയിലുകളുടെ ഡിസൈനുകൾ ഒത്തിരിയേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. ഹാൻഡ് റെയിലുകൾ ഏത് മോഡലിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഹാൻഡ് റെയിൽസ് ഉണ്ടാക്കുമ്പോൾ ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്, ഹാൻഡ് റെയിലിൻ്റെ ഡിസൈനുകൾ ഏതെല്ലാം ഡിസൈനുകൾ ഉപയോഗിച്ചാലാണ് ചിലവ് ഏറ്റവും കുറഞ്ഞു ഇരിക്കുന്നത്, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങി ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കുവാൻ, സ്റ്റെയർ കേസ് ഹാൻഡ് റെയിൽ ഉണ്ടാക്കുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ. നമ്മൾ വീട് പണിയുമ്പോൾ ഏറ്റവും അവസാനത്തേതായിട്ട് വരുന്ന ഒരു വർക്ക് ആണ് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിൽ വർക്കുകൾ. ഈ വർക്കുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്കൊത്തിരി കൺഫ്യൂഷനുകൾ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ ഏത് മെറ്റീരിയലാണ് എടുക്കേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ വരും. സാധാരണ ചെയ്യുന്ന പോലെ ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ ട്രെൻഡിങ്ങായി നിന്നിരുന്നത് സ്റ്റീൽ വെച്ചുള്ള സ്റ്റീൽ പൈപ്പുകൾ ഉപയോഗിച്ചുള്ള സ്റ്റെയർ കേസ് ഡിസൈനുകളാണ്. അതിൻ്റെ ഒരു പോരായിക അല്ലെങ്കിൽ കുറച്ച് ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് കുറേ നാളുകൾ കഴിയുമ്പോൾ ആ ജോയിൻറ്റുകളിൽ തുരുമ്പ് പിടിച്ചു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് കാരണമാണെന്ന് തോന്നുന്നു മിക്കവരും സ്റ്റീൽ പൈപ്പ് കൊണ്ടുള്ള സ്റ്റെയറുകൾ ഇപ്പോൾ അധികം ചെയ്യാറില്ല. അതിനേക്കാളും ചിലവ് കുറഞ്ഞ രീതിയിൽ സ്റ്റെയർ കേസുകൾ ചെയ്യുവാനായിട്ട് നമുക്ക് MS പൈപ്പുകളാണ് കുറച്ചുകൂടെ നല്ലതായിട്ടുള്ളത്. ചിലവ് കുറഞ്ഞ ഒരു രീതിയായിട്ട് വരുന്നത് MS-ൻ്റെ പൈപ്പുകളാണ്. ഈ ഇരുമ്പിൻ്റെ പൈപ്പുകൾ നമ്മൾ ഉപയോഗിച്ച് ഹാൻഡ് റെയിലുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഹാൻഡ് റെയിലുകൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് വേണ്ടുന്ന ഡിസൈനുകൾ ഞാൻ ഈ ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഹാൻഡ് റെയിലുകൾ നമുക്ക് MS പൈപ്പ് കൊണ്ട് ഒരു 2 ഇഞ്ച് വീതി 1 ഇഞ്ച് കനത്തിലെ പൈപ്പോ അല്ലെങ്കിൽ 1 ഇഞ്ച് സ്ക്വയർ ആയിട്ടുള്ള പൈപ്പുകളോ കാലുകൾക്കും മറ്റുമായി 2 ഇഞ്ച് സ്ക്വയറിലെ പൈപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സ്റ്റെയറുകൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലവ് വളരെ കുറവാണ്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു തടിയുടെ ഹാൻഡ് റെയിൽ പിടിപ്പിക്കേണ്ടതുണ്ട്. ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ ഇതെല്ലാം ഇരുമ്പ് വെച്ച് ചെയ്തിരിക്കുന്ന ചില ഡിസൈനുകളാണ്. അപ്പോൾ അതിന് ഹാൻഡ് റെയിൽ പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മുകൾ ഭാഗത്തായിട്ട് ഏറ്റവും കനം കുറഞ്ഞ രീതിയിൽ, അതായത് ഒരു 1 ഇഞ്ച് വീതിയിലും 4 ഇഞ്ച് കനത്തിനുമുള്ള പട്ടകൾ അല്ലെങ്കിൽ കനം കുറഞ്ഞ തകിടുകൾ എന്നൊക്കെ പറയാം. പട്ട എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇതിനെ വിളിക്കുന്നത്. അത് പിടിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഹാൻഡ് റെയിലുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. തടി കൊണ്ടുള്ള ഹാൻഡ് റെയിലുകൾ നമുക്ക് ഈ പട്ടയുടെ മുകൾ ഭാഗത്തായിട്ട് പിടിപ്പിച്ചു കൊടുക്കുക. അത് പല രീതിയിൽ നമുക്കുണ്ടാക്കാം. ഇപ്പോൾ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ അതൊരു 2 ഇഞ്ച് വീതിയിലും 1 ഇഞ്ച് കനത്തിലുമുള്ള ഒരു പട്ടിക എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു തടി കഷ്ണമാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ പട്ടയുടെ കനം തടിയുടെ അടിഭാഗത്തായിട്ട് പൊഴിച്ചു കൊടുക്കുക. റൂട്ടർ മെഷീനിൽ പൊഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പിടിപ്പിക്കാവുന്നതാണ്.
ഇപ്പോൾ ചിത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ പല ഡിസൈനുകളിൽ ഈ നമ്മുടെ ഹാൻഡ് റെയിലിൻ്റെ മോഡൽ നമുക്ക് റൂട്ടർ മെഷീനിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അത് നമ്മൾ പിടിപ്പിച്ച പട്ട കഷ്ണത്തിൻ്റെ മുകൾ ഭാഗത്തായി വെച്ചുകൊണ്ട് അടിയിൽ നിന്ന് സ്ക്രൂ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും, വളരെ ചിലവും കുറവായിരിക്കും. നമുക്ക് പിടിക്കുമ്പോൾ ഒറിജിനൽ തടിയിൽ പിടിക്കുന്ന ഫീലിംഗ് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്റ്റെയറുകളാണ് ഏറ്റവും ചിലവ് കുറഞ്ഞതായിട്ട് ഉള്ളത്. പിന്നെ ചിലവ് കൂടിയ സ്റ്റെയർ കേസുകളാണ് ഇപ്പോൾ ചിത്രങ്ങളിൽ കാണുന്നത്. ഡിസൈൻ വർക്കുകളാണത്. അതൊരു പൈപ്പിൽ ചെയ്തിരിക്കുന്ന വർക്കുകളുണ്ട്. പിന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത്, ഏറ്റവും ചിലവ് കൂടുന്നത് തടിയിൽ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ചിത്രങ്ങളിൽ കണ്ട പോലെയുള്ള വർക്കുകളാണ്. ഇനി അടുത്തൊരു ഹാൻഡ് റെയിലിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ അതൊരു ഗ്ലാസ് ആയിരിക്കും. സെൻറ്റർ ഭാഗത്തായിട്ട് ഗ്ലാസ് കൊണ്ടുള്ള ഡിസൈനുകൾ ചെയ്തിട്ട് ബാക്കി മുകൾ ഭാഗവും അടിഭാഗവും മെറ്റൽ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള കാലുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് നമുക്ക് ഹാൻഡ് റെയിലുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കുന്ന പടിയുടെ, അതായത് ഹാൻഡ് റെയിലിൻ്റെ ഡിസൈനിലാണ്. ഈ ഡിസൈനുകൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൽ പിടിക്കുവാനുള്ള സുഖം, അല്ലെങ്കിൽ പിടിച്ച് കയറുമ്പോഴുള്ളൊരു സ്മൂത്ത്നെസ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഹാൻഡ് റെയിലുകൾ ഉണ്ടാക്കേണ്ടത്. അവിടെയാണ് ആ ഹാൻഡ് റെയിലിൻ്റെ ഭംഗിയും ഇരിക്കുന്നത്, അത് ഉപയോഗിക്കാനുള്ള സുഖവും ഇരിക്കുന്നത്. തടി കൊണ്ടുള്ള സ്റ്റെയറുകൾ ഉണ്ടാക്കുമ്പോൾ തേക്കാണ് ഏറ്റവും നല്ല തടിയായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതല്ല എങ്കിൽ ചെറുതേക്ക് പോലുള്ള മലേഷ്യൻ തടികൾ നമുക്ക് ഉപയോഗിക്കാം. അത് വരവ് തടികൾ നമുക്ക് തേക്കിനെ അപേക്ഷിച്ച് ചിലവ് കുറവാണ്. നമ്മൾ ഹാൻഡ് റെയിലിൻ്റെ മുകൾ ഭാഗത്ത് തടികൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കടുപ്പമുള്ള തടികൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാണ് ഞാൻ തേക്ക്, ഇപ്പോൾ ചെറുതേക്ക്, മലേഷ്യൻ വുഡുകൾ എന്ന് പറഞ്ഞത്. മഹാഗണിയും എടുക്കാവുന്നതാണ്. മഹാഗണി എടുക്കുമ്പോൾ നല്ല മൂത്ത തടിയാണെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ല എങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുമ്പ് കൊണ്ട് MS പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റെയർ കേസുകളുടെ മുകൾ ഭാഗത്താണ് ഹാൻഡ് റെയിൽ വെക്കുന്നതെങ്കിൽ മഹാഗണികൾ എടുക്കാവുന്നതാണ്. അത് കുറച്ച് കട്ടി കൂടിയ ടൈപ്പ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു 3 ഇഞ്ച് വണ്ണത്തിലും ഒരു 2 ഇഞ്ച് കനത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് റൂട്ടർ മെഷീനിൽ ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നമുക്കൊരു ഷേപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും, പിടിക്കുന്നതിന് നല്ല ഭംഗിയായിട്ട് തോന്നുകയും ചെയ്യും. അതല്ലാതെ MS പൈപ്പിൻ്റെ മുകളിൽ വെക്കുന്ന തടികളാണെങ്കിൽ എപ്പോഴും തേക്കോ ചെറുതേക്കോ ഒക്കെ ആയിരിക്കും നല്ലത്. കാരണം കട്ടി കുറഞ്ഞ തടികൾ മതി. നമ്മൾ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ MS പൈപ്പ് ഇരുമ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മുകൾ ഭാഗത്ത് വരുന്ന തടികളും അത്രയും കട്ടി കുറഞ്ഞിരുന്നാലേ നമുക്കത് സാമ്പത്തികമായിട്ട് നമുക്ക് മെച്ചം ഉണ്ടാവുകയുള്ളൂ. പിന്നെ നമുക്ക് ഹാൻഡ് റെയിലുകൾ ചെയ്യുമ്പോൾ ഗ്ലാസ് ഇട്ടുകൊണ്ടുള്ള ഹാൻഡ് റെയിലുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തടി കൊണ്ടുള്ള ഹാൻഡ് റെയിലുകൾ ഒത്തിരി ഡിസൈനുകൾ ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിപ്രായം വരുന്നതും ഏറ്റവും കൂടുതൽ തെറ്റുകൾ സംഭവിക്കുന്നതും നമ്മൾ കബളിപ്പിക്കപ്പെടുന്നതും ഇങ്ങനെ ഹാൻഡ് റെയിലുകൾ സെറ്റ് ചെയ്യുന്ന അവസരത്തിലാണ്. നമ്മൾക്കിതിനെക്കുറിച്ചൊരു ധാരണ ഇല്ല എങ്കിൽ നമ്മൾ കബളിപ്പിക്കപ്പെടും. നമ്മുടെ പൈസ ഒത്തിരി വേസ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ ഈ സാധാരണ നമ്മളിടുന്നത് ടൈലുകളാണ്.
സ്റ്റെയർ കേസിൽ ഇടുന്നത്. അതിന് പകരമായിട്ട് ഗ്രാനൈറ്റോ ഇറ്റാലിയൻ മാർബിളോ ഇനി അതുമല്ലെങ്കിൽ തേക്കിൻ്റെ തടി ഉപയോഗിച്ചും നമുക്ക് ഹാൻഡ് റെയിലിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് ഇടാവുന്നതാണ്. ഇതിലൊക്കെയാണ് അതിൻ്റെ ഭംഗി ഏറ്റവും ഇരിക്കുന്നത്. നമ്മൾ ഹോളിൽ ഇടുന്ന ടൈലുകളെക്കാളും ഒരു ഡിഫറൻ്റായ ഒരു കളർ കോമ്പിനേഷൻ ഇത് സ്റ്റെയർ കേസുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒത്തിരി ഹാൻഡ് റെയിലിൻ്റെ ഡിസൈനുകൾ ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾക്കിഷ്ടമുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള ഹാൻഡ് റെയിലുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലുള്ള ഹാൻഡ് റെയിലുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ചിത്രങ്ങളിൽ കണ്ടതുപോലെയുള്ള ചെറിയ പടികൾ, ഇതിനൊത്തിരി കനമൊന്നും വേണ്ട. മുകൾ ഭാഗത്ത് നമ്മുടെ വീടിൻ്റെ ഏറ്റവും ഭംഗി കൂട്ടുന്ന ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈ ഹാൻഡ് റെയിലുകളാണ് നമ്മുടെ വീടിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നത്. ഹോളിൻ്റെ ഭംഗി ഇരട്ടിയാക്കുന്നത് ഇതുപോലുള്ള ഹാൻഡ് റെയിലുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും ആശങ്കകളും കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും അതുപോലെ ഹൈപ്പും നൽകുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.